കുവൈറ്റിൽ ജോലിയിൽ പ്രവേശിച്ച് 8 ദിവസമാകുമ്പോൾ കോട്ടയം ഇത്തിത്താനത്തേക്ക് എത്തിയത് പ്രിയപ്പെട്ട ശ്രീഹരിയുടെ വിയോഗ വാർത്തയാണ്. പിതാവ് ജോലി ചെയ്യുന്ന കമ്പനിയിലായിരുന്നു ശ്രീഹരിക്കും ജോലി. ഒടുവിൽ ആശുപത്രിയിൽ മകന്റെ മൃതദേഹം തിരിച്ചറിയാനായിരുന്നു ആ പിതാവിന്റെ വല്ലാത്ത നിയോഗം. വീട്ടുകാരുടെ മാത്രമല്ല, സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും പ്രിയങ്കരനാണ് 27 വയസ്സുകാരനായ ശ്രീഹരി. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായ ശ്രീഹരി സഹോദരനൊപ്പം കോഴിക്കോടാണ് ആദ്യം ജോലി ചെയ്തത്. പിന്നീട് വിദേശത്തേക്ക് പോകാനുള്ള ചില ശ്രമങ്ങൾ, പക്ഷേ ഒന്നും വിജയിച്ചില്ല. ഒടുവിൽ കുവൈറ്റിൽ ജോലിയുള്ള അച്ഛൻ പ്രദീപ് തന്നെ മകന് വിദേശത്തേക്ക് വരാനുള്ള വഴിയൊരുക്കി. ശ്രീഹരി പോയിട്ട് ഒരാഴ്ചയേ ഉള്ളൂ. കാരണം കഴിഞ്ഞ ജൂൺ 5-നാണ് അദ്ദേഹം പോയത്. ഒരാഴ്ച, അടുത്ത ബുധനാഴ്ചയാണ് ഈ വിയോഗം ഉണ്ടായത്. ഒരു സ്ഥിര ഉത്സാഹിയായിരുന്നു. തൻ്റെ കുടുംബത്തിൻ്റെ പഴയ പ്രാരാബ്ദങ്ങൾ ഒരുപാട് അവർ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ തരണം ചെയ്ത് ഒരു നല്ല നിലയിൽ തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണമെന്നുള്ള ഒരു വാശിയും ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പോയത്. സ്വന്തം സ്ഥാപനത്തിൽ തന്നെ മകന് ജോലി ലഭിച്ചപ്പോൾ പ്രദീപും അതീവ സന്തോഷത്തിലായിരുന്നു. എന്നാൽ കുവൈറ്റിലെത്തി 8-ാം ദിവസം ശ്രീഹരിയുടെ വിധി കീഴ്മേൽ മറിഞ്ഞു. അപകട വിവരം അറിഞ്ഞപ്പോൾ മകൻ സുരക്ഷിതനായിരിക്കുമെന്ന് അച്ഛൻ പ്രദീപ് പ്രതീക്ഷിച്ചു. എന്നാൽ ആശുപത്രികളിൽ കയറിയിറങ്ങിയതിനൊടുവിൽ കണ്ടെത്തിയത് മകന്റെ ചേതനയറ്റ ശരീരം. അച്ഛനെപ്പോലെ കുടുംബത്തിന് താങ്ങാകാൻ വേണ്ടിയാണ് ശ്രീഹരിയും വിദേശത്തേക്ക് പോയത്. അപ്രതീക്ഷിതമായുണ്ടായ വിയോഗം അതുകൊണ്ട് തന്നെയാണ് ഇത്രമേൽ വേദനാജനകമാകുന്നതും. കോട്ടയത്ത് നിന്ന് പ്രശാന്തിനൊപ്പം ടോബി ജോൺസൺ, 24.